കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കാർഗോ അനുമതി നൽകി കേന്ദ്രം. കാർഗോ എയർലിഫ്റ്റിംഗിനായി ഈടാക്കുന്ന കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രൊഫസർ കെ.വി. തോമസിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നടപടി. കാർഗോ എയർലിഫ്റ്റിംഗിനായുള്ള ചാർജ് ഒഴിവാക്കിയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കാർഗോ സംവിധാനം തുടങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയത്. കേന്ദ്ര ധനകാര്യ വകുപ്പ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ വിമാനത്താവളം കാർഗോ ഹബ്ബാകുന്നതോടെ മലബാറിന്റെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രൊഫസർ കെ.വി. തോമസ് പറഞ്ഞു. കാർഗോ എയർലിഫ്റ്റ് ചെയ്യുന്ന സെൻ്ററായിട്ട് മാറ്റണം. അപ്പോൾ കാർഗോ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് അവിടെ ഒരു പ്രശ്നമുള്ളത് കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജസ് എന്നും പറഞ്ഞൊരു ചാർജസ് ഉണ്ട്. അത്തരം ചാർജസ് വന്നാൽ എയർലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്ത് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും മലബാറിൻ്റെ വികസനത്തിന് വളരെ ഗുണകരമായ കാര്യമാണ്. നിലവിൽ മംഗലാപുരത്താണ് മലബാർ മേഖലകളിലെ കാർഗോ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. കണ്ണൂരിലെ കാർഗോ സർവീസ് സജീവമാകുന്നതോടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ ഇറക്കുമതി സംവിധാനങ്ങളടക്കം പുരോഗതിയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വിമാനത്താവളത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള അനുമതിയും കേരളം തേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.